ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഥുസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ MED ലീഡ്സിലെ ലേണേഴ്സ് ചോദ്യാവലിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ലേണേഴ്സ് ചോദ്യാവലിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ലെവലാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, കന്നുകാലികളെ നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, റോഡിൽ കന്നുകാലികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓപ്ഷൻ സി, കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി, കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, റോഡിൽ കന്നുകാലികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, മുന്നിൽ സ്കൂൾ ഉണ്ട്. ഓപ്ഷൻ ബി, കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലം. ഓപ്ഷൻ സി, സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനട പാത. ഓപ്ഷൻ ഡി, സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനട ക്രോസിംഗ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മുന്നിൽ സ്കൂൾ ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, പാലം. ഓപ്ഷൻ ബി, കടത്ത്. ഓപ്ഷൻ സി, എയർപോർട്ട്. ഓപ്ഷൻ ഡി, തുറമുഖം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കടത്ത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, കുന്നിൻ പ്രദേശം. ഓപ്ഷൻ ബി, വഴുക്കലുള്ള റോഡ്. ഓപ്ഷൻ സി, പാറകൾ വീഴാൻ സാധ്യതയുള്ള റോഡ്. ഓപ്ഷൻ ഡി, ഖനന മേഖല. ആൻസർ ഓപ്ഷൻ സി ആണ്, പാറകൾ വീഴാൻ സാധ്യതയുള്ള റോഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? എ, ഇടുങ്ങിയ റോഡ്. ഓപ്ഷൻ ബി, ഹംപ്. ഓപ്ഷൻ സി, തുരങ്കം. ഓപ്ഷൻ ഡി, അപകടകരമായ ഡിപ്പ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അപകടകരമായ ഡിപ്പ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, അപകടകരമായ ഡിപ്പ്. ഓപ്ഷൻ ബി, വളഞ്ഞു പുളഞ്ഞുള്ള റോഡ്. ഓപ്ഷൻ സി, ഗട്ട് റോഡ്. ഓപ്ഷൻ ഡി, ഹംപ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹംപ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, മുന്നിൽ വഴി തടസ്സം. ഓപ്ഷൻ ബി, മുന്നിൽ റെയിൽവേ ക്രോസ്. ഓപ്ഷൻ സി, മുന്നിൽ ഭാരപരിശോധനാ കേന്ദ്രം. ഓപ്ഷൻ ഡി, ഫെറി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മുന്നിൽ വഴി തടസ്സം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ഡ്രെയിനേജ്. ഓപ്ഷൻ ബി, മുന്നിൽ പാലം. ഓപ്ഷൻ സി, മീഡിയനിലെ ഗ്യാപ്പ്. ഓപ്ഷൻ ഡി, യു ടേൺ നിരോധിച്ചിരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മീഡിയനിലെ ഗ്യാപ്പ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, ക്രോസ് റോഡ്. ഓപ്ഷൻ സി, റോഡ് അവസാനിക്കുന്നു. ഓപ്ഷൻ ഡി, പ്രവേശനമില്ല. കറക്റ്റ് ആൻസർ ക്രോസ് റോഡാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, നിർബന്ധമായും ഇടതുവശത്തേക്ക് തിരിയുക. ഓപ്ഷൻ ബി, മുന്നിൽ ഇടതുവശത്തു നിന്ന് റോഡ്. ഓപ്ഷൻ സി, ടി റോഡ്. ഓപ്ഷൻ ഡി, നിർബന്ധമായും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മുന്നിൽ ഇടതുവശത്തു നിന്നും റോഡ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, വലത്തോട്ട് തിരിയുക. ഓപ്ഷൻ ബി, മുന്നിൽ വലതുവശത്തു നിന്ന് റോഡ്. ഓപ്ഷൻ സി, ടി റോഡ്. ഓപ്ഷൻ ഡി, നിർബന്ധമായും മുന്നോട്ട് പോകുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മുന്നിൽ വലതുവശത്തു നിന്നും റോഡ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, വൈ ഇൻ്റർസെക്ഷൻ. ഓപ്ഷൻ ബി, നിർബന്ധമായും ഇടതുവശത്തേക്ക് തിരിയുക. ഓപ്ഷൻ സി, മുന്നിൽ ഇടതുവശത്ത് നിന്ന് റോഡ്. ഓപ്ഷൻ ഡി, നിർബന്ധമായും മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, വൈ ഇൻ്റർസെക്ഷൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, നിർബന്ധമായും വലതുവശത്തേക്ക് തിരിയുക. ഓപ്ഷൻ ബി, വൈ ഇൻ്റർസെക്ഷൻ. ഓപ്ഷൻ സി, മുന്നിൽ വലതുവശത്ത് നിന്ന് റോഡ്. ഓപ്ഷൻ ഡി, നിർബന്ധമായും മുന്നോട്ട് പോകുക അല്ലെങ്കിൽ വലത്തേക്ക് തിരിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈ ഇൻ്റർസെക്ഷൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, മുന്നിൽ വലത്തോട്ടും ഇടത്തോട്ടും കയറ്റമുണ്ട്. ഓപ്ഷൻ ബി, ടി ഇൻ്റർസെക്ഷൻ. ഓപ്ഷൻ സി, വൈ ഇൻ്റർസെക്ഷൻ. ഓപ്ഷൻ ഡി, റൗണ്ട് അബൌട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വൈ ഇൻ്റർസെക്ഷൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, വൈ ഇൻ്റർസെക്ഷൻ. ഓപ്ഷൻ ബി, സ്റ്റാഗേർഡ് ഇൻ്റർസെക്ഷൻ. ഓപ്ഷൻ സി, ടി ഇൻ്റർസെക്ഷൻ. ഓപ്ഷൻ ഡി, എസ് ഇൻ്റർസെക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റാഗേർഡ് ഇൻ്റർസെക്ഷൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ജംഗ്ഷൻ. ഓപ്ഷൻ ബി, 3 വശങ്ങളിൽ നിന്നുള്ള റോഡുകൾ ചേരുന്നു. ഓപ്ഷൻ സി, റൗണ്ട് അബൌട്ട്. ഓപ്ഷൻ ഡി, നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റൗണ്ട് അബൌട്ട്.
17ാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ റോഡിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നു, ഓപ്ഷൻ ബി കുട്ടികൾ കളിക്കുന്നു, ഓപ്ഷൻ സി കാൽനട ക്രോസിംഗ്, ഓപ്ഷൻ ഡി റോഡിൽ ചെളി നിറഞ്ഞിരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റോഡിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസിംഗ്, ഓപ്ഷൻ ബി കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസിംഗ്, ഓപ്ഷൻ സി മുന്നിൽ തടസ്സം, ഓപ്ഷൻ ഡി റോഡ് അടച്ചിരിക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ, കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസിംഗ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ റെയിൽവേ സ്റ്റേഷന് സമീപം, ഓപ്ഷൻ ബി കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസിംഗ്, ഓപ്ഷൻ സി കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസിംഗ്, ഓപ്ഷൻ ഡി മുന്നിൽ ഫാക്ടറി ഉണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസിംഗ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ വാഹനത്തിൻ്റെ വീതിപരിധി, ഓപ്ഷൻ ബി വേഗപരിധി, ഓപ്ഷൻ സി ആക്സിൽ ഭാരപരിധി, ഓപ്ഷൻ ഡി വാഹനത്തിൻ്റെ ഉയരപരിധി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആക്സിൽ ഭാരപരിധി. ലേണേഴ്സ് ചോദ്യാവലിയിലെ ലെവൽ 3 വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ 4th ലെവൽ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.